ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ സിറോ മലബാർ ആരാധനക്രമ മത്സരത്തിൽ ദനഹകാലം 3-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ദനഹകാലം നിങ്ങൾക്കറിയാം, മുമ്പുള്ള എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണം, ആരാണ് കർത്താവ് എന്ന് വെളിപ്പെടുത്തുന്ന അവസരമാണ്. കേവലം ബേത്ലഹേമിൽ ജനിച്ച ഒരു ശിശു, നസ്രത്തിൽ വളർന്നു വന്ന ഒരു യുവാവ്, ആ യുവാവാണ് ആദ്യം മുതലേ ദൈവം വാഗ്ദാനം ചെയ്ത ലോകരക്ഷകനായ ആ മിശിഹ എന്ന് കാണിച്ചു കൊടുക്കുന്ന സമയമാണ് ദനഹ. മാമോദിസായിലൂടെ യോർദാൻ നദിയിൽ പ്രതീകാത്മകമായിട്ട് യഹൂദരുടെ വിശ്വാസം അനുസരിച്ച് തന്നെ രക്ഷകൻ പ്രത്യക്ഷപ്പെടുമെന്ന് അവർ വിശ്വസിച്ചിരുന്ന യോർദാൻ നദിയിൽ പ്രത്യക്ഷപ്പെട്ടു. മാമോദിസ സ്വീകരിക്കുന്നു. അവിടെ വെച്ച് സ്വർഗം തുറക്കപ്പെടുന്നു. പിതാവായ ദൈവം സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവം പ്രാവിൻ്റെ രൂപത്തിൽ വരുന്നു. ഈശോ ദൈവപുത്രനാണ് എന്ന് പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ ത്രിത്വം വെളിപ്പെടുകയാണ്, ദൈവം ആരാണ് എന്ന്. ആ പിതാവിൻ്റെ അതേ പ്രതിരൂപം തന്നെയാണ് പുത്രനായ ഈശോയും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ഇന്ന് ഈ 3-ാമത്തെ ആഴ്ചയിൽ നമ്മൾ 1-ാമത്തെ വായന നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ വായിക്കുക. മൂശ ഇസ്രായേൽ ജനത്തോട് തുടർന്ന് സംസാരിച്ചു. അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ 120 വയസ്സായി, നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി. ഇനി നീ ഈ ജോർദാൻ കടക്കുകയില്ല എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും. അവിടുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ ജോഷുവ നിങ്ങളെ നയിക്കും. കർത്താവ് ആമോരി രാജാക്കന്മാരായ സിഹോനെയും ഓഗിനെയും അവരുടെ ദേശത്തെ നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കും. കർത്താവ് അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളനുസരിച്ച് നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം. ശക്തരും ധീരരുമായിരിക്കുകയും നിങ്ങൾ ഭയപ്പെടേണ്ട. അവരെ പ്രതി നിങ്ങൾ പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടെ നിന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. അനന്തരം മോശ യോശുവയെ വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ അവരെ നയിക്കണം. കർത്താവാണ് നിൻ്റെ മുമ്പിൽ പോകുന്നത്. അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. എത്ര മനോഹരമായിട്ടുള്ള ഒരു ചാവരുള് അവസാനത്തെ ഉപദേശമാണ് മൂശ കൊടുക്കുന്നത്. മോവാബ് സമതലത്തിൽ നിന്ന് യോർദാൻ്റെ കിഴക്കേ തീരത്ത് ഇസ്രായേൽ തമ്പടിക്കുമ്പോൾ മോശ അവരോട് പറയുന്ന കാര്യങ്ങളാണ്. അതുവരെയും ദൈവം അവർക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടി അവരോട് പറഞ്ഞിട്ട് പറയും, നിങ്ങളൊരിക്കലും ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് മാറരുത്, ദൈവത്തിൻ്റെ വഴികളിൽ നിങ്ങൾ മാറരുത്. എനിക്കിപ്പോൾ 120 വയസ്സായി. മോശ 40 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഈജിപ്തിൽ നിന്ന് മീദിയാനിലേക്ക് ഓടിപ്പോകുന്നത്. 40 കൊല്ലം അവിടെ താമസിച്ചു. 80 വയസ്സായപ്പോൾ ദൈവം വിളിച്ചു. വീണ്ടും ഈജിപ്തിലേക്ക് വന്നു. ഈജിപ്തിൽ നിന്ന് തൻ്റെ മൂത്ത സഹോദരനായ അഹറോനെയും കൂട്ടി 3 വയസ്സിന് മൂപ്പുള്ള അഹറോൻ, അവനന്ന് 83 അങ്ങനെ 80-ാം വയസ്സിൽ മോശ പോവുകയാണ് കനാൻ ദേശത്തേക്ക്. നിങ്ങൾക്കറിയാം എന്തെല്ലാം കഷ്ടപ്പാടുകൾ മോശയ്ക്ക് സഹിക്കേണ്ടി വന്നു. താൻ നയിക്കുന്ന ജനങ്ങളിൽ നിന്ന് തന്നെ മറ്റ് ആളുകളിൽ നിന്ന് എല്ലാം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ആ മനുഷ്യൻ പോവുകയാണ്. അതിനിടയിൽ മോശ ദൈവത്തിനെതിരെ ദേഷ്യപ്പെട്ടു. ആ പാറയുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു, വെള്ളം ആവശ്യത്തിന് ഒഴുകുമെന്ന് പറഞ്ഞിട്ടും മോശയ്ക്ക് ദേഷ്യം വന്നു. മോശ അതിന് വടികൊണ്ടടിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? ദൈവം പറഞ്ഞു, എന്നെ ഞാൻ കനാൻ ദേശത്ത് പ്രവേശിപ്പിക്കില്ല, നീ എൻ്റെ വിശുദ്ധിക്ക് സാക്ഷ്യം വഹിച്ചില്ല. അത്രയും കഷ്ടപ്പെട്ട ആ മൂശ എനിക്ക് പറ്റിയല്ല എന്ന് പറഞ്ഞിട്ട്
ഈ ജോലി കെട്ടിയേൽപ്പിച്ച ദൈവം ആ മോശയെ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. പക്ഷേ മോശ യാതൊരു തരത്തിലും പരാതിയും പറയുന്നില്ല. നീ ഈ ജോർദാൻ കടക്കുകയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നോക്കുക, എത്ര സമചിത്തതയോട് കൂടിയിട്ടാണ് ദൈവത്തിൻ്റെ ആ പ്രമാണം മോശ സ്വീകരിക്കുന്നത്. നീ ജോർദാൻ കടന്ന് അക്കരെ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കില്ല ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്തൊരു പണിയാണ് കാണിച്ചത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ 40 കൊല്ലം ഇതുങ്ങളെല്ലാം ഈ മരുഭൂമിയിലൂടെ നയിച്ചിട്ട് അവരെന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ നിൻ്റെ കൂടെ നിന്നിട്ട് നീ എനിക്ക് ആ കനാൻ ദേശത്തേക്ക് ഒന്ന് പ്രവേശിക്കാൻ അനുവാദം തരുന്നില്ലല്ലോ. ദൈവം പറഞ്ഞു, മോനെ മോശ വേണ്ട, നീ ഈ മലയിലൊന്ന് കയറിയിട്ട് നെബോ മലയിൽ കയറിയിട്ട് അങ്ങോട്ട് നോക്കിയാൽ മതി, കനാൻ ദേശത്തേക്ക് നിനക്കെല്ലാം കാണാൻ പറ്റും. പക്ഷേ നീ അവിടെ പ്രവേശിക്കില്ല. കാരണം നീ 100% എൻ്റെ വിശുദ്ധിക്ക് സാക്ഷ്യമാകത്തില്ല. നീ എൻ്റെ പ്രതിനിധിയായിരുന്നു ലോകത്തിൽ. എൻ്റെ പ്രതിനിധി ഒരിക്കലും കുറവുള്ളവനാകാൻ പാടില്ല. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നീ വിശുദ്ധനായിരിക്കണം. യാതൊരു സംശയവുമില്ല, ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയുമില്ല. പക്ഷേ ദൈവം തന്നെ മോശയെ മലയിലേക്ക് വിളിച്ചു കയറ്റി അവിടെ വെച്ച് മോശ തൻ്റെ പിതാക്കന്മാരോട് ചേർന്ന് നിന്നു. പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അത് പൂർണ്ണതയോടുകൂടി ചെയ്യാനുള്ള കടപ്പാട് നമുക്കുണ്ട്. ഒരുപക്ഷെ അത് വീട്ടിലെ മാതാപിതാക്കൾക്കാവാം, സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കോ അധ്യാപകനോ ആവാം, ഓഫീസിലെ ഹെഡ് ക്ലാർക്കിനോ അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർവൈസർക്കൊക്കെ ആവാം, കോളേജിലെ പ്രിൻസിപ്പലിനാവാം, മാനേജർക്കാവാം, സ്കൂളിലെ മറ്റുള്ള തലപ്പത്തുള്ളവർക്കാകാം, പള്ളിയിലെ വികാരിച്ചനാകാം, മഠത്തിലെ സുപ്പീരിയർക്കാകാം. എല്ലാവർക്കും കൊടുക്കുന്ന ഈ ദൗത്യത്തിൽ ദൈവം പറയുന്നതാണ്, നിങ്ങൾ എൻ്റെ വിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കണം, ഞാൻ നയിച്ചതുപോലെ നയിക്കണം എന്ന് പറഞ്ഞിട്ട് മോശയെ നമുക്ക് മാതൃക തന്നിട്ട് മോശയെ ദൈവം വിളിച്ചു. എന്നിട്ട് മോശ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ശക്തരും ധൈര്യമാരി. കാരണം എന്താണ്? ദൈവം നിങ്ങളുടെ മുമ്പേ പോകും. സീനായ് മലയിൽ മോശ പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവത്തോട്, ദൈവമേ നീ ഞങ്ങളുടെ കൂടെ വരണം, ഇല്ല ഞങ്ങൾ പോവില്ല. പിന്നെ നമുക്കറിയാം ദൈവം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, രാത്രിയിലും പകലും. ആ മേഘത്തിൻ്റെ രൂപത്തിൽ, അഗ്നിസ്തംഭത്തിൻ്റെ രൂപത്തിൽ, വെളിച്ചമായിട്ട്, തണലായിട്ട് എന്നും ദൈവം കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ ആ മേഘം ഉയരുകയും താഴുകയും ചെയ്യുന്ന സമയത്താണ് അവർ തമ്പഴിച്ചിരുന്നതും വെട്ടിയിരുന്നതും പോയിരുന്നതും. ഇത് നമുക്ക് വലിയ പാഠമാണ് ഈ മോശ തരുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വേണമെന്നാണ് ദൈവം പറയുന്നത്. ദൈവത്തിൻ്റെ ആ നിർദ്ദേശമനുസരിച്ച് പോകണം. വീണ്ടും യോശുവയെയാണ് ദൈവം ഏൽപ്പിക്കുന്നത്. ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഓർക്കണം. ആരാണ് ഈ സമൂഹത്തെ നയിക്കുന്നത്? നമ്മുടെ രൂപതയുടെ പിതാക്കന്മാരോ അല്ലെങ്കിൽ വൈദികരോ ഒന്നുമല്ല. മോശ ഇതൊന്നും ആയിരുന്നില്ല. പക്ഷേ മോശയാണ് ദൈവം തിരഞ്ഞെടുത്തത്. സ്വന്തം സഹോദരൻ അഹ്റോൻ ഇത് മോശയുടെ സഹായിയായിട്ടാണ് എടുത്തത്. പിന്നീട് അവൻ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുമ്പോഴും അഹ്റോൻ അല്ല ഈ ജനത്തെ നയിക്കുന്നത്. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിനുള്ള കടപ്പാടുണ്ട്. നമ്മുടെ ഈ സമൂഹത്തെ നയിക്കാനായിട്ട്, ഈ സമുദായത്തെ നയിക്കാനുള്ള കടപ്പാടുണ്ട്. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ദൈവസന്നദ്ധയിൽ കൃപയാചിക്കുകയും പ്രാർത്ഥിക്കുകയും പാപപരിഹാരം ചെയ്യുകയൊക്കെ ചെയ്യാണ് പുരോഹിതർ ചെയ്യുന്നത്. അങ്ങനെ ജോഷുവ രണ്ടാമത്തെ നേതൃത്വം ഏറ്റെടുത്തു. പിന്നീട് ജോഷുവയാണ് നയിക്കുന്നത്. നമുക്കറിയാം, പിന്നീടുള്ള കഥകളെല്ലാം നമുക്കറിയാം. ഇത് നമ്മളോടൊക്കെ ദൈവം എന്ന് പറയുന്ന ആ കാര്യമാണ്. രണ്ടാമത്തെ വായനയിൽ ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം വരെ, 3-ാം അധ്യായം 4 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. പൗലോസിലൂടെ പറയുന്നത് മറ്റുള്ളവർ ചില കുറ്റപ്പെടുത്തലുകൾ നടത്തിയപ്പോഴാണ് ഇതിൻ്റെ ഉത്തരമായിട്ടാണ് പൗലോസ് പറയുന്നത്. എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കാൻ കഴിയും. പൗലോസ് പൊക്കം കുറഞ്ഞ മനുഷ്യനായിരുന്നു. സംസാരത്തിൽ എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിലൊന്നും വലിയ ചാതുര്യമില്ലായിരുന്നു, നല്ല എഴുത്താണ്. അതുകൊണ്ട് ആളുകൾ പറഞ്ഞു, ഇവനെന്നാ ഒരു കുള്ളൻ, ഇവനെ കിട്ടുന്നതിനുള്ള ഞങ്ങളുടെയൊക്കെ മുമ്പിലൊന്നും അവനൊന്നുമല്ല. അവൻ്റെ സംസാരം കേട്ടാൽ കണ്ടില്ലേ, ഒരു ഇമ്പ്രസീവ് അല്ല അവൻ്റെ സംസാരം എന്നൊക്കെ പറഞ്ഞ് അവർ കുറ്റം പറഞ്ഞപ്പോഴാണ് പൗലോസ് പറയുകയാണ്, എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ടെന്ന് വിചാരിക്കുന്ന ആരെയേക്കാൾ കൂടുതൽ അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ, യഹൂദനാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് യഹൂദ നിയമം പാലിച്ച് 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ്. പിന്നെ ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവനാണ്. മുന്തിയ ഗോത്രത്തിൽ തന്നെയാണ് പിറന്നിരിക്കുന്നത്. എബ്രായിൽ നിരിച്ച എബ്രായൻ നിയമപ്രകാരം പരിസയനാണ്. സമൂഹത്തിലെ ഉന്നത കുലജാതനാണ്. ഏറ്റവും കൃത്യമായിട്ട് നിയമമനുസരിക്കുന്ന എന്ന് അഭിമാനിക്കുന്ന ഫരിസയ വിഭാഗത്തിൽപ്പെട്ടവനാണ് ഞാൻ. തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവനാണ്. അതായത് ഈ ഫരിസയല്ല, ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ട് അതിനെതിരെ പ്രവർത്തിച്ച ക്രിസ്ത്യാനികളെ ഞാൻ പീഡിപ്പിച്ചവനാണ്. നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ എനിക്ക് ഒരു കുറവുമില്ല. നിയമത്തിൻ്റെ മുമ്പിൽ
നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന രീതിയിലുള്ള നിയമത്തിൻ്റെ മുമ്പിൽ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം മിശിഹായെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം. എനിക്കൊരുപാട് ലാഭമുണ്ടായിരുന്നു. വലിയ ധനവാനായിരുന്നു പൗലോസ്. അപ്പൻ വലിയ പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു, റോമൻ പടയാളിയായിരുന്നു. അദ്ദേഹം റോമൻ പൗരനായിരുന്നു. വലിയ കച്ചവടക്കാരനായിരുന്നു അപ്പൻ. പിന്നീട് ഇതെല്ലാം ഉണ്ടായിരുന്ന ആ ലാഭത്തെ ഞാൻ ഒന്നുമല്ലെന്ന് കേൾക്കും. കാരണം ഈശോയെക്കുറിച്ചുള്ള അറിവ് സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. എൻ്റെ കർത്താവായ ഈശോമിശിഹായെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകുക. സ്നേഹമുള്ളവരെ, കർത്താവിനെ അറിയുക എന്നുള്ളതല്ലേ, കർത്താവിനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത്. കർത്താവ് കൂടെ ഇല്ലെങ്കിൽ പിന്നെ ധനം കൊണ്ടെന്ത് നമുക്ക് പ്രയോജനം? ശരി, നമ്മളാരും ചിന്തിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ പരാതി പറയും, എനിക്കൊരിക്കലും സംതൃപ്തിയില്ല, മക്കൾ നല്ല നിലയിലായി, നല്ല വീടുണ്ട്, ജോലിയുണ്ട്, പക്ഷേ ഒരു കാര്യം മാത്രമില്ല, സമാധാനം. കർത്താവ് പറഞ്ഞത് എന്താണ്? മക്കളെ, ഞാൻ സമാധാനം തന്നിട്ട് പോകുന്നു. പിന്നീട് പൗലോസ്ലീഹ പറയും, അവൻ നമ്മുടെ സമാധാനമായി മാറി. അവൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ വലിയ സമാധാനമാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അവനെ പ്രതി ഞാൻ സകലത് നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ് ചെയ്യുന്നത്. ഇത് മിശിഹായോടുകൂടി ആയിരിക്കുന്നതിന് വേണ്ടി അത്ര, അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിന് വേണ്ടിയാണ്, അവനെ നേടുന്നതിന് വേണ്ടിയാണ്. പക്ഷേ എനിക്ക് നിയമം പാലിച്ചുകൊണ്ടുള്ള നീതിയല്ല ഉള്ളത്. പിന്നെ എന്താ ഉള്ളത്? പിന്നെയോ മിശിഹായിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് ദൈവവിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതിയാണ്. പിന്നീട് പറയുകയാണ്, ഇത് അവൻ്റെ പുനരുത്ഥാനത്തിൽ അവനെയും അവൻ്റെ ശക്തി, പുനരുത്ഥാനത്തെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അങ്ങനെ അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. പിന്നീട് പൗലോസ് പറയും, ഇതെല്ലാം നമ്മൾ ഉയർപ്പിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പ്രിയമുള്ളവർ, നമ്മൾ ഓർക്കണം, ഈ പൗലോസിൻ്റെ ആ ചൈതന്യം ഉണ്ടോ? പിന്നീട് പൗലോസ് പറയും, എല്ലാവരും എന്നെ അനുകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്ക് പണം വേണ്ടെന്നല്ല, ഈ പണമുള്ളപ്പോഴും ഇതെല്ലാം തരുന്ന ദൈവമാണെന്നോ ഒരു നിമിഷം വരെ നഷ്ടപ്പെടാമെന്നുള്ള ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്നാണ് പൗലോസ് പറയുന്നത്. വീണ്ടും സുവിശേഷം മർക്കോസ് 3:7-19 ഈശോ ശിഷ്യന്മാരോട് കൂടി കടൽ തീരത്തേക്ക് പോയി. അവിടെ വെച്ച് തൻ്റെ ശിഷ്യന്മാർ, ഈ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യമാണ് പറയുന്നത്. എന്നിട്ട് അവിടെ പറയുന്ന ഒരു വാചകം മാത്രം ഞാൻ വായിക്കുകയാണ്. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. എന്തിനാണ്? തന്നോടുകൂടി ആയിരിക്കുക. ഈ അപ്പസ്തോലന്മാർ തന്നോടുകൂടി ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ നടപടി പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, ഗ്രീക്കുകാരായ വിധവർക്ക് ഭക്ഷണ വിതരണത്തിൽ അവർക്കെന്താണ് ആവശ്യം കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ അപ്പസ്തോലന്മാരെ പറഞ്ഞു, എന്നാൽ മക്കളെ ഞങ്ങൾ വന്ന് എല്ലാവർക്കും വിതരണം ചെയ്യാം, ഗോതമ്പും പാൽപ്പൊടിയും. അതല്ല പറഞ്ഞത്. അതിന് പകരമായിട്ട് അവർ പറയുന്നത്, മക്കളെ, ദൈവവചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉപേക്ഷ കാണിച്ചിട്ട് ഞങ്ങളങ്ങനെ വിളമ്പാൻ വരുന്നത് ശരിയല്ല. കാരണം ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളവരാണ്. ഞങ്ങളിന്മേലാണ് ഈ സഭയെ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഞങ്ങളാകുന്ന സഭ വിശുദ്ധ വചനത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ ഒരുപക്ഷേ ഈ കെട്ടിടം തന്നെ തകർന്ന് വീഴുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് മറ്റു ജോലിക്കായിട്ട് 7 പേരെ ആത്മാവ് നിറഞ്ഞവർ, സുസമ്മതർ, ജ്ഞാനമുള്ളവർ നമ്മുടെ ഈ സമൂഹത്തിൽ എത്രയോ പേരുണ്ട്. എല്ലാ കാര്യം അച്ഛനും ഉത്ഥാനം ചെയ്യണമെന്ന് ഒരു ബന്ധവുമില്ല. അവർ ഈ പ്രാർത്ഥനയിലും ദൈവവചന ശുശ്രൂഷയിലൊക്കെ ആയിരിക്കട്ടെ. അപ്പോൾ മറ്റുള്ളവർ നല്ല രീതിയിൽ അതെല്ലാം ചെയ്യും. പഴയ നിയമത്തിൽ നമുക്ക് കാണാം, പലപ്പോഴും എത്രയോ വിശ്വസ്തയോട് കൂടിയിട്ട് അവരിതെല്ലാം ചെയ്യുന്ന നമുക്കറിയാമോ? യോസിയ രാജാവ് എന്ന് പറയുന്ന മഹാനായ രാജാവുണ്ട്. ആ രാജാവ് പറഞ്ഞ എന്താണ്? അവർ വിശ്വസ്തയോടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കണക്ക് പോലും ചോദിക്കേണ്ടെന്നാണ് രാജാവ് ഈ ദേവാലയ ശുശ്രൂഷകളെക്കുറിച്ച് പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ അതുപോലെ ഒരുപാട് പേരുണ്ട്. വൈദികരും പ്രധാനന്മാരൊക്കെ ഓർക്കേണ്ട വസ്തുതയാണിത്. കാരണം തങ്ങൾക്ക് മാത്രമൊന്നുമല്ല നന്നായിട്ട് ചെയ്യാൻ കഴിയുക. തങ്ങളെക്കാൾ കൂടുതൽ വിശ്വസ്തരായിട്ടുള്ള ധാരാളം പേര് ഉറപ്പുണ്ട്, അൽമായരായ സഹോദരങ്ങളുണ്ട്. അവരെ വിശ്വസിക്കാനാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരെന്തിനാണ് തന്നോട് കൂടിയായിരിക്കും? അതാണ് ഈ ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനമായ ഈശോയോട് കൂടിയായിരിക്കുക. മാത്രമല്ല പ്രസംഗിക്കാനായിരിക്കണം. ഇവരാണ് പ്രസംഗിക്കേണ്ടത്. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കേണ്ടത് അവരാണ്. ഈ വചനം അറിയാതെ എങ്ങനെ പ്രസംഗിക്കുക? ബൈബിൾ നന്നായിട്ട് വായിക്കണം, വിശുദ്ധ ഗ്രന്ഥം വായിക്കണം. നമുക്ക് ഇത് പ്രസംഗിക്കണമെങ്കിൽ വചനം അറിയാതെ പറ്റില്ല. ഈ വചനം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അത് ഗ്രസിക്കും. അതുകൊണ്ടാണ് 4:12 ഹെബ്രായ ലേഖനം പറയും, അത് ഇരുതലവാളാണ്. നമ്മളെ മാറ്റിമറിക്കും. അത് പൗലോസിലെ തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം പറയും, ഈ ദൈവവചനം ശാസനത്തിനും തെറ്റുതിരുത്തലിനും പ്രബോധനത്തിനും എല്ലാം ഉപകരിക്കും. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ നല്ല പ്രവൃത്തികൾ വഴി പരിപൂർണനാവുകയും ചെയ്യും. ഈ ദൈവവചനം പ്രധാനപ്പെട്ടതാണ്.
നമ്മളൊരു പക്ഷേ വിചാരിക്കും നൊവേനയല്ലേ ഏറ്റവും വലുത്, അതല്ലേ ചെല്ലേണ്ടത്. പക്ഷെ അതല്ല. ദൈവത്തിൻ്റെ വചനം നിരന്തരം നമ്മൾ വായിക്കുക, എല്ലാ ദിവസവും വായിക്കണം. ഒരു വർഷം ഒരു പ്രാവശ്യമെങ്കിലും വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വായിച്ചു എന്ന് എല്ലാ ക്രിസ്ത്യാനികളും ഉറപ്പുവരുത്തണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. വീണ്ടും മൂന്നാമത്തെ കാര്യം എന്താണ്? പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനായി. പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമ്പും വാലും ഒക്കെ ഉള്ള ചെകുത്താനല്ല. തിന്മകൾ, പാവങ്ങൾ, രോഗങ്ങൾ, ഇതിൽ നിന്നെല്ലാം അതിനെല്ലാം ബഹിഷ്കരിക്കാനുള്ള അധികാരം കൊടുക്കുക. എന്താണ്? ആദ്യം തന്നെ ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും പറഞ്ഞ് ഞങ്ങളുടെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കും. ഇതിനു വേണ്ടിയിട്ടാണ്, ഈ അധികാരമുണ്ടെന്നുള്ള ചിന്തയിലാണത്. ഈ സൗഖ്യം തരാനായിട്ട്, സമാധാനം തരാനായിട്ട് ദൈവം നിയോഗിച്ച മനുഷ്യനാണിത് എന്നുള്ള ചിന്തയിലാണ് അവർ പറയുന്നത്. പ്രാർത്ഥനയ്ക്കായി വരുന്ന ഒരു മനുഷ്യൻ ഞാൻ വെറുതെ വിടാറില്ല. എപ്പോഴും പ്രാർത്ഥിച്ചതിന് വീഴും. എത്രയധികം പ്രയാസമാണെങ്കിലും ആൾക്കൂട്ടമാണെങ്കിലും പ്രാർത്ഥിച്ചിട്ടേ ഞാൻ വിടാറുള്ളൂ. അത് എനിക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ ഉത്തരവാദിത്വമാണ്. അവനോട് കൂടിയായിരിക്കാൻ, വചനം പ്രസംഗിക്കാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. പ്രിയമുള്ളവരെ, നമുക്ക് തരുന്ന ദൗത്യം, പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരുടെ സ്ഥാനത്തുള്ളവർക്ക് ദൈവം തരുന്ന ഈശോ ദൗത്യം അതാണ്. ഈ ദിനകാലത്ത് നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളുമെല്ലാം ഈശോയുടെ ഈ ലോകത്തിലെ പ്രത്യക്ഷീകരണമായി മറ്റുള്ളവർക്ക് അനുഭവപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.